എല്ലാവർക്കും നമസ്കാരം. വിപണി ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും പോകുമ്പോൾ നമ്മുടെ നെഞ്ചിനകത്തൊരാന്തലല്ലേ? ആ ഒരു പിരിമുറുക്കം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആ ഒരു പേടിയെ, ആ ഒരു അനിശ്ചിതത്വത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയാലോ? അപ്പോൾ ഈയൊരു ചർച്ചയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. നമ്മുടെ വികാരങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തി എങ്ങനെ നല്ല സ്മാർട്ടായിട്ട് തീരുമാനങ്ങളെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ചാർട്ടുകളിലേക്ക് നോക്കുമ്പോൾ ശരിക്കും ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ തോന്നുന്നുണ്ടോ? മാർക്കറ്റിങ്ങിനെ കൂപ്പുകുത്തുമ്പോൾ നെഞ്ചിനകത്തൊരു കല്ലെടുത്തു വെച്ച പോലത്തെ ഫീലിംഗ്. ഇതൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇതൊക്കെ എല്ലാ ട്രേഡറും, ഞാനും നിങ്ങളുമടക്കം എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ നേരിടുന്ന ഒരു സത്യമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സത്യം പറഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റിനോടല്ല, നമ്മൾ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ വികാരങ്ങളോടാണ്. ആ പേടി, ആ അത്യാഗ്രഹം, അതൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ എതിരാളികൾ. ഇവയെ മെരുക്കാൻ പഠിച്ചാൽ അതുതന്നെയാണ് വിജയത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ശരി, അപ്പോൾ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് കടക്കാം, അല്ലേ? വിപണിയിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിനു മുൻപ്, ആ കൊടുങ്കാറ്റ് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മളൊരു നല്ല ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്, ഒരു അടിത്തറയിടുന്നത് പോലെ. നോക്കൂ, ഒരു ട്രേഡർ എന്ന നിലയിൽ നമ്മുടെ മുന്നിൽ എപ്പോഴും രണ്ട് വഴികളുണ്ട്. ഒന്ന്, വികാരങ്ങൾക്ക് പിന്നാലെ പോകുന്നത്. വില കുറയുമ്പോൾ പേടിച്ച് എല്ലാം വിറ്റൊഴിയുക, അല്ലെങ്കിൽ എല്ലാവരും വാങ്ങുന്നത് കണ്ട് അയ്യോ എനിക്ക് കിട്ടാതെ പോകുമോ എന്നോർത്ത് ചാടി കയറി വാങ്ങുക. ഇതിനെയാണ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വഴി, ഒരു പ്ലാൻ അനുസരിച്ച് മുന്നോട്ടു പോകുന്നത്. നമ്മൾ മുൻകൂട്ടി ഉണ്ടാക്കിയ ഒരു പ്ലാനിൽ ഉറച്ചുനിന്ന് ലോജിക്കായി കാര്യങ്ങൾ ചെയ്യുക. ഇതിൽ ഏത് വഴിയാണ് ശരിക്കും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക? പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഗെയിം പ്ലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ആയുധം അതാണ് റിസ്ക് ലിമിറ്റ്. എന്താണിത്? വളരെ സിമ്പിളാണ്. ഒരു ട്രേഡിൽ ഇറങ്ങുമ്പോൾ ഓക്കെ, എനിക്ക് ഇത്ര രൂപ വരെ നഷ്ടം വന്നാലും കുഴപ്പമില്ല എന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന ആ തുകയാണ് റിസ്ക് ലിമിറ്റ്. ഇതൊരു സേഫ്റ്റി നെറ്റ് പോലെയാണ്. നമ്മൾ വീണാലും ഒരുപാട് താഴേക്ക് പോകാതെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു സുരക്ഷാവല. ഈ റിസ്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. വെറും 3 സിമ്പിൾ സ്റ്റെപ്പുകളേ ഉള്ളൂ. ഒന്നാമത്തത്, നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന പരമാവധി നഷ്ടം എത്രയാണെന്ന് തീരുമാനിക്കുക. നിങ്ങളുടെ മൊത്തം ക്യാപിറ്റലിന്റെ 1% അത് കണക്കാക്കുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ചെയ്യുക. അതായത് വില ആ പോയിന്റിലെത്തിയാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ട്രേഡ് ക്ലോസ് ആവും, പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ആ പ്ലാനിൽ ഉറച്ചു നിൽക്കുക. മാർക്കറ്റ് എന്ത് കാണിച്ചാലും ശരി, നിങ്ങളുടെ ലിമിറ്റ് നിങ്ങൾ ബഹുമാനിക്കണം. നോ മീൻസ് നോ. നമ്മുടെ പ്ലാനിലെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗം, പലരും എവിടെയാണ് വാങ്ങേണ്ടത് എന്ന് ചിന്തിച്ച് ഒരുപാട് സമയം കളയും. പക്ഷേ എവിടെ വിൽക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. ഓർക്കുക, എൻട്രി പോലെ തന്നെ എക്സിറ്റും വളരെ പ്രധാനമാണ്. ഒരു ട്രേഡിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ തീരുമാനിക്കണം, എനിക്ക് എത്ര ലാഭം കിട്ടിയാൽ ഞാൻ പുറത്തുപോകും, എത്ര നഷ്ടം വന്നാൽ ഞാൻ കട്ട് ചെയ്യും എന്ന്. അതായത് നിങ്ങളുടെ പ്രോഫിറ്റ് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നേരത്തെ തന്നെ റെഡിയായിരിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിലൊരു സൂപ്പർ പ്ലാൻ ഉണ്ട്, റിസ്ക് ലിമിറ്റ് ഉണ്ട്, എക്സിറ്റ് പ്ലാനുണ്ട്, എല്ലാം സെറ്റാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. മാർക്കറ്റ് ശരിക്കും ഇളകിമറിയുമ്പോൾ ആ സമ്മർദ്ദത്തിന്റെ നിമിഷത്തിൽ നമ്മളുണ്ടാക്കിയ പ്ലാനൊക്കെ ചിലപ്പോൾ മറന്നുപോകും, അല്ലേ? അത്തരം കൊടുങ്കാറ്റുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നൊരു നങ്കൂരം പോലെ പ്രവർത്തിക്കുന്ന ഒരു ടൂളിനെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു വാചകം ശ്രദ്ധിക്കൂ, വളരെ ശക്തമായ ഒന്നാണിത്. ഇതിനെ നമ്മുടെ ട്രേഡിംഗുമായി എങ്ങനെ ബന്ധിപ്പിക്കാം? മാർക്കറ്റിലൊരു വലിയ ചലനമുണ്ടാകുന്നു. അതാണ് ചോദന അല്ലെങ്കിൽ സ്റ്റിമുലസ്. അത് കാണുമ്പോൾ നമ്മൾ ചാടിക്കയറി എന്തെങ്കിലും ചെയ്യുന്നു. അതാണ് പ്രതികരണം. പക്ഷേ ആ സംഭവത്തിനും നമ്മുടെ പ്രതികരണത്തിനുമിടയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, ഒരു നിമിഷം. ആ നിമിഷത്തിലാണ് നമ്മുടെ യഥാർത്ഥ ശക്തി ഇരിക്കുന്നത്. അവിടെയാണ് നമുക്ക് ചിന്തിക്കാനും വികാരങ്ങളെ മാറ്റി നിർത്തി ശരിയായ തീരുമാനമെടുക്കാൻ അവസരം കിട്ടുന്നത്. അപ്പോൾ ആ ചെറിയ സ്പേസ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം? അതിനുള്ള ചില പ്രാക്ടിക്കൽ ടൂൾസാണ് ഈ മൈൻഡ്ഫുൾനെസ് ടൂൾ കിറ്റിലുള്ളത്. നിങ്ങൾക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ടോ? എങ്കിൽ ഒന്നും ചെയ്യുന്നതിന് മുൻപ് ഒരു 3 തവണ കണ്ണടച്ച് ദീർഘമായി ഒന്ന് ശ്വാസമെടുക്കുക, പുറത്തുവിടുക. അടുത്തത്, നിങ്ങൾക്കിപ്പോൾ എന്താണ് തോന്നുന്നതെന്ന് സ്വയം ചോദിക്കുക. എനിക്കിപ്പോൾ പേടി തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊരു തരം അത്യാഗ്രഹമാണ് എന്ന് ആ വികാരത്തിനൊരു പേര് കൊടുക്കുക. അതിനെ അംഗീകരിക്കുക. പിന്നെ പറ്റുമെങ്കിൽ ഒരു 2 മിനിറ്റ് സ്ക്രീനിൽ നിന്ന് എഴുന്നേറ്റ് മാറി നിൽക്കുക, ഒന്ന് നടക്കുക. അവസാനമായി തിരികെ വന്നിട്ട് നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിവെച്ച ആ ട്രേഡിംഗ് പ്ലാൻ ഒന്നുകൂടി വായിച്ചു നോക്കുക. ഇത് നിങ്ങളുടെ ചിന്തകളെ വീണ്ടും ട്രാക്കിലാക്കും. നിങ്ങളുടെ കൺട്രോൾ നിങ്ങൾക്ക് തിരികെ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 ശക്തമായ ആശയങ്ങളുണ്ട്. ഒന്ന്, ട്രേഡിംഗിന് മുൻപ് തയ്യാറാക്കുന്ന ഒരു ഗെയിം പ്ലാൻ. 2, ട്രേഡിംഗ് സമയത്ത് ഉപയോഗിക്കാനുള്ള ഒരു മൈൻഡ്ഫുൾനെസ് ടൂൾ കിറ്റ്.
ഇനി ഇവ രണ്ടും എങ്ങനെ ഒരുമിച്ച് ചേർത്ത് ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജി ആക്കി മാറ്റാം എന്ന് നോക്കാം. പ്രതിസന്ധിയിൽ നിന്ന് പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റം. വളരെ ലളിതമാണ്. ട്രേഡിങ്ങിന് മുമ്പ് നമ്മൾ എന്തു ചെയ്യും? റിസ്ക് ലിമിറ്റുകളും എക്സിറ്റ് പോയിന്റുകളും ഒക്കെ വെച്ച് ഒരു ലോജിക്കൽ പ്ലാൻ ഉണ്ടാക്കും. ഇവിടെ വികാരങ്ങൾക്ക് ഒരു റോളുമില്ല. ട്രേഡിങ്ങിനിടെ ആ സമയത്ത് എന്തു ചെയ്യും? സമ്മർദ്ദം വരുമ്പോൾ നമ്മൾ മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കും. പെട്ടെന്ന് പ്രതികരിക്കില്ല. അതിൻ്റെ ഫലമെന്തായിരിക്കും? വികാരങ്ങൾക്ക് അടിമപ്പെടാതെ നമ്മൾ ചിട്ടയോടെ പ്ലാൻ അനുസരിച്ച് തീരുമാനങ്ങളെടുക്കും. അതായത് നമ്മൾ പ്രതിസന്ധിയിൽ നിന്ന് നിയന്ത്രണത്തിലേക്ക് വരും. ഇതിനെക്കുറിച്ച് ഓർത്തിരിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉദാഹരണമുണ്ട്. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു യാത്ര പോകുമ്പോൾ കയ്യിലുള്ള ഗൂഗിൾ മാപ്പ് പോലെയാണ്. അത് നമുക്ക് വഴി കാണിച്ചു തരും. പക്ഷെ വണ്ടി ഓടിക്കുന്നത് നമ്മളല്ലേ? ആ ഡ്രൈവിംഗ് സമയത്ത് സ്റ്റിയറിംഗ് വീലിൽ നമ്മുടെ കൈകൾക്ക് നല്ലൊരു ഗ്രിപ്പ് വേണ്ടേ? ആ ഉറപ്പുള്ള കൈകളാണ് മൈൻഡ്ഫുൾനെസ്. മാപ്പ് മാത്രമുണ്ടായിട്ട് കാര്യമില്ല, സ്റ്റിയറിംഗിലും പിടുത്തവും വേണം. രണ്ടും ഒരുമിച്ച് പോയാലേ ലക്ഷ്യത്തിലെത്തൂ. നമുക്ക് ഈ ഒരു ചിന്തയോടെ അവസാനിപ്പിക്കാം. വിപണി പ്രവചിക്കാൻ പറ്റാത്ത ഒന്നാണ്, ശരിയാണ്. ഇപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. പക്ഷെ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണവും അതുപോലെ പ്രവചിക്കാൻ പറ്റാത്ത ഒന്നാകണമെന്നുണ്ടോ? ഇതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. മാർക്കറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളെ തന്നെ, നമ്മുടെ പ്രതികരണങ്ങളെ നമുക്ക് 100% കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരു നിയന്ത്രണം നേടിയെടുക്കുന്നിടത്താണ് ഒരു സാധാരണ ട്രേഡറും ഒരു മികച്ച ട്രേഡറും തമ്മിലുള്ള വ്യത്യാസം. ആ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ്.